കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലുള്ള വാർത്താ ചാനലുകൾ സാമൂഹ്യ പ്രതിബദ്ധത മുറുകെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് KCCL ഡയറക്ടറും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ KV രാജൻ. പ്രാദേശിക ചാനലുകൾ നാടിന്റെ ശബ്ദമാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. COA പറശ്ശിനി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KV രാജൻ. നാളെ നമ്മുടെ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിയോഗികളുടെ എണ്ണം കൂടുക എന്നല്ലാണ്ട് കുറയാനൊന്നും പോകുന്നില്ല. ഇനി വരുന്ന പ്രതിയോഗി വമ്പന്മാരാവുകയും ചെയ്യും. അവിടെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കണമെങ്കിൽ സാമ്പത്തിക പ്രത്യയശാസ്ത്രം നോക്കാതെ അപ്പുറത്ത് നമുക്ക് ബിസിനസ്സിന്റെ ലാഭകരം ഈ രീതിയിൽ പോകുന്നു, അപ്പുറത്ത് നഷ്ടം സഹിച്ചും ഇത്തരം വാർത്താ ചാനലുകളെ നമ്മുടെ കേരള ന്യൂസ് ഉൾപ്പെടെ അത്തരം ചാനലുകളെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ സാമ്പത്തികമായി നമ്മൾ ഒരുപാട് പരാധീനതകളാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ന്യൂസ് ചാനലിന് ആദ്യത്തെ അതിന്റെ ഒരു ഇതിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളോട് വെട്ടിച്ചുരുക്കൽ കുറെ നടപ്പാക്കി എന്നുള്ളതുകൊണ്ടാണ്. പ്രതിമാസ സ്ഥാപനം നിലനിന്ന് പോകണമെങ്കിൽ ഒരു 35-40 ലക്ഷം രൂപകളില്ലാതെ ആ ചാനൽ മുന്നോട്ട് പോകില്ല. അതിന്റെ പകുതി പോലും നമുക്കിവിടെ വരുമാനമില്ല. അപ്പൊ എല്ലാ മാസവും 15-20 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയിലാണ് നമ്മളോട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചാനൽ നിർത്താൻ പറ്റുമോ? ഇത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന നമ്മുടെ ബിസിനസ്സിലാണ്. വാർത്താ ചാനൽ നിലനിർത്തേണ്ടത് നമ്മുടെ പൊതുവായ ആവശ്യമാണ്. അപ്പൊ അത്തരത്തിൽ വേണം ഇത്തരം ബിസിനസ്സിലാണ്. എല്ലാ ബിസിനസ്സും ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. കേബിൾ ടിവിക്കും ഇന്റർനെറ്റിനും പുറമെ പുതിയ ബിസിനസ് മേഖലകളിലേക്ക് COA ചുവടുവയ്ക്കുകയാണ്. ടൂറിസം ഉൾപ്പെടെയുള്ള അനുബന്ധ മേഖലകളിൽ വലിയ സാധ്യതകളാണുള്ളത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിവിധ മേഖലകളിലേക്ക് പടിപടിയായി വളരാൻ സംഘടനയ്ക്ക് കഴിയണം. നിലവിൽ കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും COAയുടെ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞു. ജിയോ പോലുള്ള കുത്തക കമ്പനികളുടെ കടന്നുവരവും ഇന്റർനെറ്റ് മേഖലയിലെ കടുത്ത മത്സരവും ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും ബ്രോഡ്ബാൻഡ് രംഗത്ത് മികച്ച പ്രവർത്തനമാണ് KCCL നടത്തുന്നതെന്നും KV രാജൻ പറഞ്ഞു. COA ഓപ്പറേറ്റർമാരായാലും COA ഇതര ഓപ്പറേറ്റർമാരായാലും നല്ല രീതിയിൽ ബ്രോഡ്ബാൻഡ് കൊടുത്തുകൊണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നല്ല സേവനം പൊതുവെ നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ജിയോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ എയർടെൽ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനമായ BSNL, റെയിൽടെൽ ഉൾപ്പെടെയുള്ള ISP പ്രൊവൈഡേഴ്സൊക്കെ നല്ല രീതിയിലുള്ള മത്സരം ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അത് വലിയ പ്രതിസന്ധിയിൽ ചെറിയ കേബിൾ ടി ഓപ്പറേറ്റർമാരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന ആളുകളെക്കാൾ ഒക്കെ കൂടുതൽ അല്ലെങ്കിൽ അവരൊക്കെ കൂടുതലുള്ള കണക്ടിവിറ്റിയുടെക്കാൾ കൂടുതൽ കണക്ടിവിറ്റി ഇന്ന് KCCL-ന്റെ അല്ലെങ്കിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനിക്കുണ്ട്. മാങ്ങാട് ലക്സോട്ടിക്ക കൺവെൻഷൻ സെന്ററിലാണ് COA പറശ്ശിനി മേഖലാ സമ്മേളനം നടന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.